ഹലോ എവ്രി വൺ. നമുക്കിന്ന് 2021 മാർച്ചിൽ നടത്തിയ ഹയർ സെക്കൻഡറി എക്സാമിൻ്റെ ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. എന്നാൽ പിന്നെ തുടങ്ങാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ എ സെൻട്രലി പ്ലാൻഡ് എക്കോണമി ഓൾ ദി ഇമ്പോർട്ടൻറ്റ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ പ്ലാൻഡ് ബൈ. അതായത് ഒരു കേന്ദ്രീകൃത ആസൂത്രണ സമ്പദ് വ്യവസ്ഥയിലെ എക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം ആരാണ് പ്ലാൻ ചെയ്യുന്നത്, ആരാണ് ആസൂത്രണം ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് ഓപ്ഷനായിട്ട് ദ മാർക്കറ്റ്, ദ ഗവൺമെൻറ്, ബോത്ത് മാർക്കറ്റ് ആൻഡ് ഗവൺമെൻറ്, ദ കോപ്പറേറ്റീവ് സെക്ടർ എന്നിങ്ങനെ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ കമ്പോളം എന്നും ഗവൺമെൻറ്റും കമ്പോളം എന്നും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് മേഖലയെന്നും 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ സെൻട്രലി പ്ലാൻഡ് എക്കോണമി? അതായത് നമ്മുടെ എക്കണോമിക് ഓർഗനൈസേഷൻ ആണല്ലേ, അതൊരു നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് സെൻട്രലി പ്ലാൻഡ് എക്കോണമി. അതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റ് എക്കോണമി എന്നിങ്ങനെ 2 ഓർഗനൈസേഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ എന്താണ് ഈ സെൻട്രലി പ്ലാൻഡ് എക്കോണമി? അതായത് അവിടെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ മെയിനായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും സാമ്പത്തിക മേഖലകളുടെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസും ഒക്കെ നിയന്ത്രിക്കുകയും അവിടെയുള്ള കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നത് ആരായിരിക്കും? എപ്പോഴും ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സെൻട്രലി പ്ലാൻഡ് അതോറിറ്റി ആയിരിക്കും അല്ലേ. സെൻട്രൽ അതോറിറ്റീസോ ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര അതോറിറ്റികളോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ആയിരിക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള എക്കണോമിക് ഓർഗനൈസേഷനെയാണ് സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഏതാണ്? ദ മാർക്കറ്റാണ് ആൻസർ അല്ലേ, ഒരിക്കലും കമ്പോളമല്ല. പിന്നെ ആരാണ്? ഗവൺമെൻറ് ആണ്. അപ്പോൾ ഗവൺമെൻറ് ആണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ ബി, ദ ഗവൺമെൻറ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻ എക്സാമ്പിൾ ഓഫ് മൈക്രോ എക്കണോമിക് വാരിയബിൾ, അതായത് സൂക്ഷ്മ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഉദാഹരണമായിട്ടുള്ള ചരം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് നമുക്ക് നാഷണൽ ഇൻകം എന്നും GDP എന്നും NDP എന്നും ഇൻഡിവിജ്വൽ ഇൻകം എന്നിങ്ങനെ 4 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം എന്താണ് ദേശീയ വരുമാനവും GDP യും NDP ഒക്കെ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ മാക്രോയിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതൊന്നും അല്ലാന്ന് നമുക്കറിയാം. പിന്നെ ഏതാണ്? ഇൻഡിവിജ്വൽ ഇൻകമാണ് മൈക്രോ എക്കണോമിക് വാരിയബിളായിട്ട് വരുന്നത്. പിന്നെ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സൂക്ഷ്മമായ കാര്യങ്ങളെ പറ്റി അല്ലെങ്കിൽ എക്കോണമി ആസ് എ ഹോൾ ആയിട്ടല്ല, എക്കോണമിയുടെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ പറ്റി പഠിക്കുന്നതാണ് മൈക്രോ എക്കണോമിക്സ് എന്നും എക്കോണമിയെ മൊത്തത്തിൽ പഠിക്കുന്നതാണ് മാക്രോ എക്കണോമിക്സ് എന്നും നമ്മൾ സിമ്പിളായിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ മൈക്രോ എക്കണോമിക് വാരിയബിൾ തന്നിരുന്നാൽ അതിൽ എന്താണ്, ഇൻഡിവിജ്വൽ ഇൻകമാണ് മൈക്രോ എക്കണോമിക്. അതാണ് എന്താണ് എക്കോണമിയിൽ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ പറ്റി പഠിക്കുന്നത്. മറ്റ് നാഷണൽ ഇൻകം ആയിരുന്നാലും GDP ആയിരുന്നാലും NDP ആയിരുന്നാലും അതൊക്കെ എന്താണ്, എക്കോണമി ആസ് എ ഹോൾ, എക്കോണമിയുടെ ആഗ്രിഗേറ്റുകളെ പറ്റി പഠിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ആൻസർ ഏതാണ്? ഇൻഡിവിജ്വൽ ഇൻകം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കണ്ണടച്ച് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് ഈസ്, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ആരാണ് എക്കണോമിക്സിൻ്റെ ഫാദർ? നമുക്കറിയാമല്ലോ ആരാണ്? ആഡം സ്മിത്ത്. അപ്പോൾ ഇവിടെ ഓപ്ഷനായിട്ട് നമുക്ക് ജെയിംസ് കെയ്ൻസ്, ആഡം സ്മിത്ത്, ആൽഫ്രഡ് മാർഷൽ, അമർത്യ സെൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ആഡം സ്മിത്ത് ആണ്. അദ്ദേഹത്തിൻ്റെ ബുക്ക് ആൻ എൻക്വയറി ഇൻ ടു ദ നാച്ചർ ആൻഡ് കോസ്റ്റ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് അത് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് എക്കണോമിക്സിൻ്റെ ഫൗണ്ടിങ് ഫാദറായിട്ട് ആഡം സ്മിത്തിനെ കണക്കാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആഡം സ്മിത്ത് ആണ് എക്കണോമിക്സിൻ്റെ ഫൗണ്ടിങ് ഫാദർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ബുക്ക് ഓഫ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി ഈസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒന്നുകിൽ ഈ ബുക്ക് ആരുടെ ആണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കെയ്ൻസിൻ്റെ ബുക്കിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാം. ഇവിടെ ഇപ്പോൾ നമ്മളടുത്ത് ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. 2024 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനും കെയ്ൻസിൻ്റെ ബുക്കിൻ്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പല രീതിയിൽ മാറ്റിയും തിരിച്ചും ഒക്കെ നമുക്ക് ചോദിക്കാം. അപ്പം ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന ബുക്ക് കെയ്ൻസിൻ്റെ ബുക്കാണല്ലോ. ഈ ബുക്ക് എന്നാണ് പബ്ലിഷ് ചെയ്തത്? ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ 1929, 1936, 1776, 1946. 1929, 1936, 1776, 1946. കെയ്ൻസിൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്തത് എപ്പോഴാണ്? 1936 ആണ്. അപ്പോൾ അതെല്ലാവർക്കും അറിയാമെന്നുള്ള ആൻസറാണല്ലേ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ലോ ഓഫ് ഡിമാൻഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതർ തിങ്സ് റിമെയിൻ ഇൻ ദ സെയിം വെൻ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഡിക്രീസസ് ഇറ്റ്സ് ഡിമാൻഡ്. അതായത് ലോ ഓഫ് ഡിമാൻഡ് നമുക്ക് എന്താണെന്ന് അറിയാം അല്ലേ. മറ്റ് ജനങ്ങളൊക്കെ എന്ത് ചെയ്യാണ്,
അതായത് മറ്റു ഘടകങ്ങളൊക്കെ എന്താണ് സ്ഥിരമായി നിൽക്കുകയാണെങ്കിൽ ഒരു സാധനത്തിൻ്റെ വില കുറയുമ്പോൾ അതിൻ്റെ ചോദനം. അതായത് നമുക്കറിയാം ലോ ഓഫ് ഡിമാൻഡിൽ എന്താ പറയുന്നത്, ഒരു സാധനത്തിൻ്റെ പ്രൈസും അതിൻ്റെ ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെ പറ്റിയാണ് ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത്. അതായത് നെഗറ്റീവ് റിലേഷൻഷിപ്പിനെ പറ്റി. അതായത് പ്രൈസ് കൂടുമ്പോൾ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കുറയുമെന്നും പ്രൈസ് കുറയുമ്പോൾ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കൂടുമെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡിന് എന്ത് സംഭവിക്കും? പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? കൂടും, റൈസസ്. അതായത് ഇവിടെ എന്താണ് റൈസസ്. ഇപ്പോൾ അതേസമയം കമ്മോഡിറ്റിയുടെ വില കൂടി നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ഡിമാൻഡ് കുറവായിരിക്കും. നമ്മുടെ കയ്യിൽ ഒരുപാട് വിലയാണെങ്കിൽ നമ്മൾ സാധനം വാങ്ങുമോ? ഇല്ല. അപ്പോൾ അത്രയും ചിന്തിച്ചാൽ മതി. അപ്പോൾ എന്താണ്, സാധനം നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഒരുപാട് പൈസയുള്ള സാധനമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, വാങ്ങുന്നതിൻ്റെ അളവ് ഒന്ന് കുറയ്ക്കും. പൈസ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ വാങ്ങും. അത് ചിന്തിച്ചാൽ മതി. അപ്പോൾ കമ്മോഡിറ്റിയുടെ വില കൂടി നിൽക്കുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറയും, വില കുറഞ്ഞു നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, ഡിമാൻഡ് കൂടും, അല്ലേ?